പൊന്നപ്പൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ആറോ തോടോ ഒന്നും അല്ല, പൈപ്പ് പൊട്ടിക്കിടക്കുക പഞ്ചായത്തുകാർ കാണുന്നുണ്ടോ? ആരടാ നടവഴിയിൽ അപ്പിട്ട് വെച്ചിരിക്കുന്നത്? ഇതെല്ലാം പശുവിൻ്റെ കലാവിരുതുകളാണ്. നേരെ നോക്കി പോയില്ലെങ്കിൽ ചാണകം മെഴുകി നേരെ വഴി പോകാതെ ഊടുവഴി പോയാൽ ഇങ്ങനെ ഇരിക്കും. പശുവിന് വയറിളക്കമായിരുന്നു ഗൈസ്. ഒരിടം പോലും വിടാതെ എല്ലായിടത്തും അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പുഴയും കടന്ന് വേണം പോവാൻ. ചാടുന്നതിന് മുമ്പായിട്ടൊരു സെൽഫി എടുത്തേക്കാം ഗൈസ്. ഇത് കഴിയുമ്പോൾ മോന്തയും കോലവും ഒക്കെ ഇതുപോലെ അല്ലെങ്കിലോ പൊന്നപ്പൻ്റെ അതും വെള്ള ഉടുപ്പും. അങ്ങനെ തന്നെ മേൽപ്പാലം കടക്കാനായിട്ട് വലിയൊരു കല്ലുള്ളത് കൊണ്ട് ചാടാൻ പോവുകയാണ്. ചാടിക്കഴിഞ്ഞു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. വേണ്ട വീണ്ടും നല്ല വയലും തോടും മാറും ഒക്കെ ഉള്ളത് കൊണ്ട് ഊറ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടം വെള്ളക്കെട്ടാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാവിലെത്താറായിട്ടുണ്ട്. ഇനി കാവിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് എണ്ണയും തിരിയൊക്കെ വാങ്ങിക്കൊടുക്കാൻ. എണ്ണയും തിരിയും വാങ്ങാൻ ചെന്നപ്പോഴാണ് അവിടെ അതൊന്നും ഇല്ലെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മുറുക്കാൻ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ കാവിൽ പോയി ഇറങ്ങിയിട്ട് പൊന്നപ്പൻ അമ്മൂമ്മ കൊടുത്തൊരു മുട്ടായി അവൻ വായിട്ട് ചവയ്ക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നതായതുകൊണ്ട് എനിക്കൊരു തുള്ളി പോലും അവൻ തന്നില്ല. അങ്ങനെ വന്ന വഴിക്കാണ് നമ്മുടെ പശുക്കുട്ടനെ കണ്ടത്. അതുകൊണ്ട് നമ്മളവിടെ ചാണകം മെഴുകി വെച്ചിരുന്ന ആൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ ഇന്ന് പൊന്നപ്പൻ്റെ ജന്മനാളാണ് ഗൈസ്. അപ്പം ഞാൻ പാലട പായസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എളുപ്പമാണല്ലോ, പെട്ടെന്നൊരു പായസം അങ്ങ് വെക്കാം. പിന്നെ അന്ന് ബ്രഹ്മസലി ആയതുകൊണ്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ജന്മനാളിന് പാലട ആക്കിയത് കേട്ടോ. കിറ്റായതുകൊണ്ട് എല്ലാം വളരെ എളുപ്പമാണ്. പാൽ അങ്ങോട്ട് തിളയ്ക്കാൻ വെക്കുക, ഇത് അതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക, നന്നായിട്ട് വേവാൻ കുറേ സമയം എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മളെ മിക്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ദാണ്ട് ഇതുപോലെ ഇരിക്കും. എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ട്, പിന്നെ എന്ത് വേണം അല്ലേ. അങ്ങനെ പാലിനകത്തോട്ട് ഇട്ടെടുക്കുക, നന്നായിട്ട് കുറുക്കി വേവിച്ച് തിളപ്പിച്ചൊക്കെ എടുക്കുക. ദാണ്ട് അവൻ തന്നെത്താൻ കുടിക്കുക കേട്ടോ. ദൈവം സഹായിച്ചൊരു തുള്ളി പോലും വായി പോയിട്ടില്ല, എല്ലാം ദേഹത്ത് തന്നെ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെച്ചോണ്ട് പറയല്ല, പായസം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അമ്പാടി വന്നിട്ടുണ്ടായിരുന്നു, അമ്പാടിയുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങി കുടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ.